ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. ഇനി അഞ്ജലി പുറത്തേക്ക് പോകാൻ വരുമ്പോഴേക്കും നന്ദിനി കയ്യിൽ കയറി പിടിക്കാണ്. എവിടെയും പോവാൻ നിൽക്കണ്ട, ഇവിടെ നിൽക്ക്. രാഘവേട്ടൻ എന്താ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? അതെ, ഇത് അർജുൻ കെട്ടി തന്ന താലി അയച്ചിട്ടെ. ഞാൻ എൻ്റെ പേര് അഞ്ജലി ശിവരാമകൃഷ്ണൻ തന്നെയാണ്, മനസ്സിലായോ? എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ ചെയ്യും. അതിൽ ഈ താലി ഒരു തടസ്സമേ അല്ല. താലി കെട്ടിന്നിട്ട് ഭർത്താവിന്റെ വീട്ടുകാർ പറയണത് കേൾക്കണം, അല്ലെങ്കിൽ ഭർത്താവിന്റെ അച്ഛൻ പറയണത് കേൾക്കണം, അമ്മ പറയണത് കേൾക്കണം, അമ്മായിയമ്മ, അമ്മായച്ഛൻ, ചെറിയമ്മ, ചെറിയച്ഛൻ അവരൊക്കെ പറയണത് കേട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അതിനെ വേറെ ആളെ നോക്കണം. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അങ്ങനത്തെ ഒരു നിയമവും ഇല്ല. കൊള്ള, നീ എന്താ ഇവിടെ പുതിയ ലോ പോയിന്റ് നിയമമൊക്കെ പഠിപ്പിക്കുകയാണോ? അതെ, അതറിയില്ലെങ്കിൽ പഠിക്കുക തന്നെ വേണം. കൈ വിടുമര്യാദയ്ക്ക് ഇല്ല, വിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? വിടിപ്പിക്കാൻ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് അഞ്ജലി നന്ദിനിയുടെ കൈ പിടിച്ച് ഒരൊറ്റ കൈയിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് പറിച്ചെടുക്കുക കേട്ടോ. അപ്പോഴേക്കും നന്ദിനി എന്തൊരു ബലവും അവളുടെ കൈക്ക്. പെട്ടെന്ന് കൈ ഇങ്ങനെ ഷോക്കായ പോലെ ആവാണ്. അഞ്ജലി ആ കൈ തട്ടി മാറ്റുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ നന്ദിനി കറങ്ങി പോകുക കേട്ടോ. കാരണം അഞ്ജലി കരാട്ടയാണല്ലോ, അതുപോലും നന്ദിനിക്ക് ഓർമ്മയില്ല. എന്നിട്ടാണ് അഞ്ജലിയുടെ കൈ പിടിക്കണത്. ശേഷം എന്തു അയ്യോ എടുത്തിട്ട് കൈ ഒടിച്ചോടി നീ? ഒടിച്ചില്ല, പിടിച്ച് മാറ്റിയല്ലേ ഉള്ളൂ. എൻ്റെ അടുത്ത് അധികം കളിക്കാന്നല്ലേ. കൈ ഒടിക്കുക മാത്രമല്ല, ചിലപ്പോൾ മുട്ടുകാലും തല്ലി ഒടിച്ച് നിൽക്കിരിക്കും എന്ന് പറഞ്ഞിട്ട് അഞ്ജലി ചിരിച്ചുകൊണ്ട് വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങാട്ടോ. എന്തു പറയണ്ട്, കണ്ടുപിടുത്തി അവളുടെ ഒരു അഹങ്കാരം. ഞാൻ പറഞ്ഞില്ലേ, അവളൊരു അഹങ്കാരി തന്നെ. ഇത് കേട്ട് നമ്മുടെ ദീപ്തി നിത്യം പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതല്ലേ, അതെ അനുപമേടത്തിനെ പോലെയല്ല അഞ്ജലി ചേച്ചി, മനസ്സിലായോ? ആളെ പെൺപുലിയ എന്ന് പറഞ്ഞിട്ട് അവര് ചിരിച്ചുകൊണ്ട് അകത്ത് കയറി പോവാട്ടോ. നന്ദിനി പണ്ടും ഇവളുടെ അഹങ്കാരത്തിന് ഞാൻ വെക്കുന്നുണ്ട്, രാഘവേട്ടൻ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയുന്നുണ്ട്. അഞ്ജലി അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് നേരെ തന്റെ വീട്ടിലേക്ക് പോവാണ്. ശേഷം വീട്ടിലേക്ക് പോകണമെങ്കിൽ ആദ്യം അമ്പാടിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അമ്പാടിനെ അഞ്ജലി വിളിക്കുന്നുണ്ട്. അമ്പാടി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അഞ്ജലി പറയണ്ട അമ്പാടി അടുത്ത്, അമ്പാടി എന്നോട് ക്ഷമിക്കണം, സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്തത് മിസ്റ്റേക്ക് തന്നെയാണ്. പത്മേനെ ഞാൻ വിളിക്കേണ്ടതായിരുന്നു, ഞാനത് മറന്നു പോയതല്ല അമ്പാടി. അമ്പാടിക്കറിയാലോ, ആ വീട്ടിൽ പോയിട്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങളാണ് ഈ ഇടയായിട്ട് ഉണ്ടായത്. അതിന്റെ എല്ലാത്തിനും പുറമെ വീട്ടുകാരുടെ അവഗണന എല്ലാം കൂടി ആയിട്ട് ഞാൻ അകത്താക്കിരുന്നു പോയി. സോറി അഞ്ജലി, ഞാനും അതൊക്കെ ആലോചിക്കണമായിരുന്നു. അഞ്ജലി വിളിച്ചിട്ട് എടുത്തില്ല, അഞ്ജലി അങ്ങോട്ടും വിളിക്കുന്നില്ല. അവളാണെങ്കിൽ അവിടെ നിന്ന് പോകണമെന്നും മദേഴ്സ് പറഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്യണമെന്നും അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിപ്പോയി അഞ്ജലി. സോറി അഞ്ജലി, എന്നോട് ക്ഷമിക്കേ. അമ്പാടി തെറ്റൊന്നും ചെയ്തില്ല. അമ്പാടിയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇതിനേക്കാളും അപ്പറേ എന്നോട് പറയുള്ളായിരുന്നു. അമ്പാടി എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ട് ആയതുകൊണ്ട് നല്ല രീതിയിൽ പറഞ്ഞു. എന്തായാലും അമ്പാടിക്ക് ഞാൻ വാക്ക് തരാണ്, ഈ അഞ്ജലിക്ക് ജീവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പത്മ കേസ് അഞ്ജലി തന്നെ വാദിച്ചിരിക്കും. ഇത് കേൾക്കുന്ന അമ്പാടി പറയുന്നുണ്ട്, അല്ല അഞ്ജലി, ആ വീട്ടിൽ നിന്നുകൊണ്ട് അഞ്ജലിനെ കേസ് വാദിക്കാൻ വേണ്ടി രാഘവനുണ്ട് ഞങ്ങൾ വിടുമെന്ന് അഞ്ജലിക്ക് തോന്നുന്നുണ്ടോ? അഞ്ജലി വിചാരിക്കുന്ന പോലെയല്ല അദ്ദേഹം. അയാള് വലിയൊരു സാധനമാണ്. എനിക്കത് ആലോചിക്കാനേ വയ്യ. സത്യം പറഞ്ഞാൽ അർജുൻ എന്റെ നല്ലൊരു ഫ്രണ്ടാണ്. പക്ഷെ ആ വീട്ടിൽ ഞാൻ വല്ലപ്പോഴും മാത്രമേ പോകാറുള്ളൂ. കാരണം എന്താ പറയുമോ, ആ വീട്ടിൽ മനുഷ്യപ്പെട്ടുള്ള 2-3 പേര് മാത്രമേ ഉള്ളൂന്നേ. ആ രാഘവണ്ണി അങ്കിള്, ആ അങ്കിളുടെ ഭാര്യ, പിന്നെ 2 പിള്ളേര്, പിന്നെ അർജുന്റെ ചേട്ടൻ അബി, അങ്ങനെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. പിന്നെ മുത്തശ്ശി, ബാക്കി എല്ലാവരെല്ലാം മുറ്റാണെന്നേ. അതൊക്കെ എനിക്ക് മനസ്സിലായി. എന്തായാലും അമ്പാടി പത്മേനെ കാണാൻ വേണ്ടി പോകണം. എൻ്റെ ഇവിടുത്തെ അവസ്ഥയൊക്കെ അവളോട് പറയണം. അവൾക്ക് വിഷമം വെച്ചിട്ടാ ഞാൻ പലതും പറയാതിരുന്നത്. അല്ല അഞ്ജലിക്ക് അവിടെ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇനി എന്ത് പ്രശ്നം? അമ്പാടിയുടെ കൂട്ടുകാരൻ വലിയൊരു ചതിയാണല്ലോ എന്നോട് ചെയ്തത്. അഞ്ജലി, അതൊക്കെ നിങ്ങൾ പറഞ്ഞ് തീർക്കേണ്ട കാര്യമാണ്. വേണ്ട അമ്പാടി, നമ്മളിപ്പോ പത്മ കേസിനെ കുറിച്ച് സംസാരിക്കണത്. അർജുന്റെ കാര്യം ഇനിയിപ്പോ പറയണ്ട. അമ്പാടി എന്തായാലും പത്മേനെ ധൈര്യമായി പോയി കണ്ടോളൂ. എന്നിട്ട് പറയണം എന്നെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരണോന്ന്. വീട്ടിലേക്കോ? അതെ, വീട്ടിലേക്ക്. ഇപ്പൊ എന്റെ വീട് ശംഖുചക്രമാണല്ലോ. അഞ്ജലി എന്തൊക്കെയാ വേണ്ടത്? അവിടേക്ക് പത്മേനെയും കൂട്ടിക്കൊണ്ടുവരാനോ? അതെ, കേസിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ ഞാനിപ്പോ നേരെ പോണത് എന്റെ വീട്ടിലേക്കാ. അവിടെ പോയിട്ട് കേസ് ഫയൽസും പിന്നെ എന്റെ ആ കോട്ടും കാര്യങ്ങളെല്ലാം തന്നെ എടുക്കാണ്ട്. പിന്നെ എന്റെ സ്കൂട്ടി അവിടെയാണല്ലോ, അതെല്ലാം എടുത്തുകൊണ്ട് വേണം എനിക്ക് തിരിച്ചു വരാനായിട്ട്. ശരി അഞ്ജലി, എന്നാൽ ഞാൻ പത്മേനെ പോയി കണ്ടിട്ട് ഈ സന്തോഷ വാർത്ത നേരിട്ട് തന്നെ പറയാം. ശരി എന്ന് പറയാണ്. അങ്ങനെ അമ്പാടി നേരെ പത്മേന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അഞ്ജലി ആണെങ്കിൽ നേരെ വീട്ടിലേക്കാണ് പോണത്. അങ്ങനെ മദറിന്റെ അവിടെ എത്തുമ്പോഴേക്കും മദർ പറയുന്നുണ്ട്, എന്താ അമ്പാടി പറഞ്ഞതല്ലേ ഞാൻ 2 ദിവസത്തിൽ തന്നെ നമ്മുടെ പത്മേനെ അവിടെ നിന്ന് മാറ്റണമെന്ന്. കാരണം ഞങ്ങൾക്ക് ഇവിടെ സഭയില് അതിനുള്ള മറുപടിയൊക്കെ പറയണം. മദർ സോറി, ക്ഷമിക്കണം, കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. ഞാൻ പത്മേനെ നാളെ കൂട്ടിക്കൊണ്ടു പോവാം. എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോ പത്മ വേഗം വരുന്നുണ്ട്. അമ്പാടി ചേട്ടാ, കേസ് വാദിക്കാൻ വേറെ വക്കീലിനെ വെച്ചോ? ഇല്ല പത്മേ, നിന്റെ കേസ് വാദിക്കണത് അഞ്ജലി തന്നെയാണ്. അഞ്ജലി ചേച്ചിയോ? അഞ്ജലി ചേച്ചിനെ കണ്ടു അമ്പാടി ചേട്ടൻ? കണ്ടു എന്ന് മാത്രമല്ല സംസാരിക്കുകയും ചെയ്തു. നിന്റെ കേസ് അഞ്ജലി തന്നെ വാദിച്ചിരിക്കും. നമ്മൾ വേറെ ഒരു വക്കീലും ഇനി ആ കേസ് കൊടുക്കുന്നില്ല. എന്താ സന്തോഷമായോ? പിന്നെ നമ്മളിപ്പൊ തന്നെ പോവാണ് നേരെ ശംഖുചക്രത്തിലേക്ക്. ശംഖുചക്രത്തിലേക്കോ? അവിടേക്ക് എന്തിനാ പോണത്?
അഞ്ജലി ഇപ്പൊ അവിടെയാണല്ലോ, അഞ്ജലിയുടെ വീട് ഇപ്പൊ അതാണല്ലോ. അപ്പൊ അഞ്ജലിയെ കണ്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. മദറെ, ഞാൻ പത്മേനെ കൂട്ടിക്കൊണ്ടുപോവാ. മദറിന്റെ വിരോധമില്ലെങ്കിൽ ഒരേ ഒരു ദിവസം കൂടി നിർത്താൻ പറ്റുമോ? അതിനെന്താ, നല്ലൊരു കാര്യത്തിനല്ലേ. ഞാൻ സഭയിൽ സംസാരിച്ചോളാം. പത്മേനെയും കൂട്ടിക്കൊണ്ട് ഇപ്പൊ അഞ്ജലി അടുത്ത് പോ. അതിനുശേഷം നമുക്ക് എന്താ ചെയ്യാം. ശരി എന്ന് പറയണം. അങ്ങനെ അഞ്ജലിനെ കാണാൻ വേണ്ടി പത്മിനെയും കൂട്ടിക്കൊണ്ട് അമ്പാടി നേരെ ശംഖുചക്രത്തിലേക്ക് നാളെ പോകുന്നുണ്ട്. അതേസമയം അഞ്ജലി ആണെന്നുണ്ടെങ്കിൽ തന്റെ വീട്ടിലേക്ക് പോവാട്ടോ, രാജാജി നഗറിലേക്ക് പോവാണ്. അവിടെ നമ്മുടെ കുഞ്ഞപ്പൻ ആര്യനെയും കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ഇന്ദിര ഉണ്ട് കേട്ടോ. ഇന്ദിര നോക്കുമ്പോഴേക്കും ആര്യ പാടാൻ പോയതാണെന്ന് ഇന്ദിരക്ക് മനസ്സിലായി. എടാ കുഞ്ഞപ്പ, നീ ഞാൻ അറിയാതെ എന്റെ മോളെ കൊണ്ട് പാടാൻ വേണ്ടി പോയല്ലേ, അതും 2000 രൂപക്ക് നിന്നെ ഞാൻ വെച്ചിട്ടുണ്ടടാ എന്ന് പറഞ്ഞിട്ട് അവിടെ വലിയൊരു വടി ഉണ്ടായിരുന്നു. ആ വടി എടുത്തിട്ട് നമ്മുടെ കുഞ്ഞപ്പൻ അടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും കുഞ്ഞപ്പൻ അയ്യോ ഓടിക്കോ എന്ന് പറയാണ്. അപ്പൊ മധു ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. എല്ലാവരും കൂടി ഓടാൻ വേണ്ടി പോകുന്ന സമയത്താണ് അവിടെ ഒരു ഓട്ടോ വന്ന് ഇറങ്ങുന്നത്. ഓട്ടോന്ന് ഇറങ്ങുന്നത് നമ്മുടെ അഞ്ജലി ആട്ടോ. അഞ്ജലിനെ കാണുമ്പോൾ എല്ലാവരും ഷോക്കായി പോവാണ്. ഇന്ദിരയും ഷോക്കായി പോകുന്നുണ്ട് കേട്ടോ. അഞ്ജലിനെ കാണുമ്പോൾ തന്നെ മധുവും കുഞ്ഞപ്പനൊക്കും അഞ്ജലി തിരിച്ചു വന്നേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിൽ ആർപ്പവിളിയും കൈകൊട്ടിയും ഒക്കെ ഇങ്ങനെ സ്വീകരിക്കാട്ടോ. അഞ്ജലി സ്ലോ മോഷനിൽ നടന്നു വരികയാണ്. അഞ്ജലി വന്നേ എന്നുള്ള വർത്തമാനം നമ്മുടെ ശ്യാമളയും ശിവരാമനും അകത്ത് നിന്ന് കേൾക്കുന്നുണ്ട്. രണ്ടുപേരും ആകെ അത്താളിച്ചു പോവാണ്. അവർ വേഗം തന്നെ മുറ്റത്തേക്ക് വന്ന് നോക്കുമ്പോൾ അഞ്ജലി വന്ന് നിൽക്കുവാട്ടോ. ശ്യാമളയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. മോളെ മോളെ എന്ന് പറഞ്ഞിട്ട് അഞ്ജലിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ശിവരാമൻ ശ്യാമളെ എന്ന് പറയാണ്. ശ്യാമള വേഗം തന്നെ ഒന്നറിയാത്ത പോലെ അപ്പുറത്തേക്ക് മാറി നിൽക്കാണ്. അഞ്ജലി അകത്ത് കയറാൻ പോകുമ്പോഴേക്കും ശിവരാമൻ പറയണ്ട, നീ എങ്ങോട്ടേക്ക് കയറുന്നത്? അത് കൊള്ളാം, ഇത് എന്റെ വീടല്ലേ, എനിക്ക് കയറിക്കൂടെ? വേണ്ട, കേറണ്ട. നിന്റെ സ്ഥാനം അല്ലെങ്കിൽ നിന്റെ വീട് ഇനി ശംഖുചക്രമാണ്. നിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ അവിടുത്തെ അർജുന്റെ ഭാര്യയാണ്, അതായത് അവിടുത്തെ രാഘവനുണ്ണിയുടെ 2ാമത്തെ മരുമകൾ. ആഹാ, അത് കൊള്ളാലോ, നിങ്ങളുടെ മകളായിട്ടാണല്ലോ അവിടുത്തെ മരുമകളായത്, ഞാൻ അകത്ത് കയറും എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറുകയാണ് നമ്മുടെ അഞ്ജലി കേട്ടോ. ശേഷം അഞ്ജലി കേസ് ഫയൽസും വക്കീൽ കോട്ടും എല്ലാം എടുത്ത് തിരിച്ചു പോകുന്നുണ്ട്. അപ്പൊ മധുവും കുഞ്ഞപ്പനൊക്കെ ചോദിക്കുന്നുണ്ട്, അഞ്ജലി പോകുവാണോ? അതെ പോകുവാണ്, പക്ഷെ താമസിയാതെ തിരിച്ചു വരും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്റെ വരവിന് പ്രതീക്ഷിക്കാം. അടിപൊളി എന്നൊക്കെ പറയാണ്. ആര്യക്കും ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ അഞ്ജലി തിരിച്ചു പോവാണ്. തിരിച്ചു പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അഭി തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അഭി ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നടന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അഭി വന്നപ്പോ അവിടെ അഞ്ജലിയും ഇല്ലട്ടോ. അഭി വന്നതിന് ശേഷം തന്നെ വേഗം തന്നെ അഭിക്ക് ഒരു കോള് വരുവാണ്. അഭി നേരെ ബാൽക്കണി പോയി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അഞ്ജലി നിലത്ത് ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങുന്നത്. അഞ്ജലിനെ കാണുമ്പോൾ അഭി ഷോക്കാവാണ്. അഞ്ജലി ഇവിടെ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ നമ്മുടെ അഭി നിലത്തേക്ക് ഓടിപ്പോകാട്ടോ. ഓടിപ്പോകുമ്പോഴേക്കും അഞ്ജലി ഇങ്ങനെ നിൽക്കാണ് ഷോക്കായിട്ട് അഭിനെ കാണുമ്പോൾ. അഞ്ജലിയുടെ ചോദിക്കേണ്ട അഭി, ഓ വാട്ട് ഇസ് സർപ്രൈസ്, അഞ്ജലി താനെന്താ ഇവിടെ, ആരെ കാണാൻ വന്നതാ എന്ന് ചോദിക്കുമ്പോ പുറകെ നിന്ന് അനുപമ വന്ന് പറയുന്നുണ്ട്, അതെ അവള് വന്നത് അവളെ ഭർത്താവിനെ കാണാനായിട്ടാ. ഭർത്താവിനെയോ? ഇവിടെയോ? അതെ, നിങ്ങളുടെ അനിയൻ അർജുൻ തന്നെ. അർജുൻ അഞ്ജലിനെ വിവാഹം കഴിച്ചു. നമ്മളോട് ആർത്തും പറഞ്ഞില്ല, രഹസ്യ വിവാഹമായിരുന്നു. രണ്ടും കൂടി ഒളിച്ചോടിപ്പോയ വിവാഹം കഴിച്ചത്. ഇവളിപ്പോ ഇവിടെയാണ്. അഭി ബിസിനസ് ടൂർ ആയിട്ട് 2 ദിവസത്തിനുള്ളിൽ വരാന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഇപ്പൊ 5-6 ദിവസമായല്ലോ. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിരുന്നു എന്ന് പറയാണ്. അഭി ആകെ ഷോക്കായി പോവാട്ടോ. അഭി ഷോക്കാവുക മാത്രമല്ല, ഈ അഭിയുടെ മനസ്സിൽ നിന്ന് അഞ്ജലിനെ എടുത്ത് കളയോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ അറിയാൻ പറ്റും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.